ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്ന അയ്യപ്പമുളക്കിനാട്ടോ. ഞങ്ങൾ നാട്ടുകാരുടെ സ്വന്തം ദേശവിളക്കിന് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് കച്ചവടക്കാരും വന്നിട്ടുണ്ട്. കാക്കോത്ത ജിലേബിയൊക്കെ വറുത്ത് കോരിയിടണേ. നമ്മളെ ഇക്കുവാല് സ്വന്തം സ്റ്റാളിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പറമ്പ് ദേശവിളക്ക് കമ്മിറ്റി നടത്തുന്ന മൂന്നാമത് അയ്യപ്പമുളക്ക് മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഐക്യത്തോടും മത സൗഹാർദ്ദപരമായും മുന്നോട്ട് പോകുന്ന ഒരു ആഘോഷമായിട്ടാണ് വർഷം തോറും നടത്തി വരുന്നത്. എല്ലാ ആളുകൾക്കും അന്നദാനം അടക്കമുള്ള 3 നേരം ഭക്ഷണത്തോടു കൂടിയുള്ള അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നദാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ എനിക്ക് വന്നത്. അങ്ങനെ നേരെ കലവറയ്ക്ക് വെച്ച് വിട്ടു. അവിടെ അടിപൊളി സദ്യ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജിത്തു നമ്മളെ വിളിക്കാതെ ഒറ്റയ്ക്ക് കഴിക്കണേ. അങ്ങനെ നമുക്കുള്ള ഇല ഇട്ടു, ചോറ് വന്നു, കൂട്ടാനും ഉപ്പരിയൊക്കെ വന്നു. പിന്നെ നമ്മൾ കൃഷ്ണട്ട് നമുക്കൊരു അടിപൊളി പായസം വെച്ച് തന്നു കേട്ടോ. പായസം ഒരു രക്ഷയില്ല. പിന്നെ സ്വാമിമാരും അമ്പലത്തേക്ക് പാലക്കൊമ്പ് കൊണ്ടാൻ വേണ്ടി പോയി. അത് ഇതിൻ്റെ ഒരു ചടങ്ങാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ സിൽവർ കാറ്ററിംഗ് വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സുബിയാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ സ്വാമിമാർ പാലക്കൊമ്പുമായിട്ട് മേച്ചൂരമ്പിൽ തെളിച്ചെത്തിട്ടോ. ഇരുട്ടായപ്പത്തിന് ജനസാഗരമായിട്ട് ഇവിടെ അടുത്തുള്ള നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്രയും ജനങ്ങളുണ്ട് ഇവിടെ പരിപാടി കാണാൻ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സമയമായി. പാലക്കൊമ്പ് നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശബരിമലനും വാവരിപ്പള്ളിനും ഒക്കെ നമ്മൾ പാലക്കൊമ്പായിട്ട് വലം വെച്ചു. പിന്നെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ആകെ ജനസാഗരം. ഒരു നിൽക്കാൻ പോലും സ്ഥലമില്ല. നമ്മളെ പരിപാടി അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ. ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേ നമ്മളെ സനലിൽ നിൽക്കണേ. പിന്നെ അതായത് ദീപാരാധന തുടങ്ങിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. ദീപാരാധനയും കനലാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അനീഷിതായി വെടിക്കെട്ടിന് തീ കൊളത്തിട്ടോ. വെടിക്കെട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ കലവറയ്ക്ക് ചെന്നു. അവിടെ ഇഡലിയും സാമ്പാറൊക്കെ സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി നമ്മൾ അന്നദാനമാണ്. ഇഡലിയും സാമ്പാറും ചായയും. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാട്ടോ. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത്. കുറച്ചു നേരം നമ്മൾ വ്ലോഗ് എടുത്ത് നടന്നു. പിന്നെ നമ്മളും കഴിക്കാനിരുന്നു ഇഡലിയും സാമ്പാറും. നല്ല പൂ പോലത്തെ ഇഡലി കേട്ടോ. പിന്നെ നല്ല ചൂട് സാമ്പാറും വന്നു. കഴിച്ചു നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടികളായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. അവർക്ക് ബലൂണും ഐസ്ക്രീമും വളമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞാണ്. പിന്നെ രാവിലെ വെട്ടും തടവുണ്ട്. അതിന് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ നമ്മൾ ഉറക്കത്തിൽ നീച്ചില്ല. അതുകൊണ്ട് വെട്ടും തടവ് എടുക്കാൻ പറ്റില്ല. വ്ലോഗ് കഴിഞ്ഞ്.